അടുത്ത 2 ആഴ്ചയ്ക്കകം കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കുക. വേനലവധി കഴിഞ്ഞ് ഒരുപാട് കളികളും അവരുടേതായ രീതികളും ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവരുടെ മൈൻഡ് ഈ സ്കൂളിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അതിനവർക്ക് സാവകാശം കൊടുക്കണമെന്നാണ് ആദ്യമേ ഞാൻ പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് സ്വന്തം ഉത്തരവാദിത്തമാണ് പഠനമെന്ന രീതിയിൽ ഈ അധ്യയന വർഷം മുതൽ കൊണ്ടുപോകാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കുക മാതാപിതാക്കൾ. ആദ്യം കുഞ്ഞിന് ശാന്തമായൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനം. നമ്മൾ ഭരിക്കുന്ന രീതിയിലോ ഉപദേശിക്കുന്ന രീതിയിലോ ദേഷ്യപ്പെടുന്ന രീതിയിലോ എന്ത് പറഞ്ഞാലും ഒരു കുട്ടിയും വകവെക്കില്ല. നമ്മൾ വകവെക്കുമോ? ഇല്ലല്ലോ. ആരെങ്കിലും വന്ന് ഭരിക്കുന്ന രീതി നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരില്ലേ? നമ്മളെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താന്ന് വിചാരിക്കുമല്ലേ? അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ അവരിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കുവാനും പഠനം അവരുടെ ആവശ്യമാണെന്ന രീതിയിൽ അവരെ കൊണ്ടുവരാനും പരിശീലിപ്പിക്കേണ്ടതാണ്. ഞാൻ ലെറ്റ്യൂഡിൻ്റെ ലേണിംഗ് ഫെസ്റ്റിവലിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അതുതന്നെയാണ്. പക്ഷേ അതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മളങ്ങനെ ചെയ്യണം. കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പഠിച്ചുകൊള്ളും. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുക്കണം. അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് മുഴുവൻ കേൾക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ഓരോ സ്കൂൾ വർഷവും എങ്ങനെയായിരുന്നു, നമ്മളുടെ കുട്ടി ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നമ്മളുടെ ബാല്യത്തിൽ ആ വർഷമെടുക്കുക. എങ്ങനെയായിരിക്കും നമ്മളന്ന് സ്കൂളിൽ പോയത്, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അന്ന് അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഇതൊന്ന് സ്വയം വിലയിരുത്തിക്കോളൂ. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ലെറ്റ്യൂഡിലെ രീതിയിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയുമൊക്കെ അതൊന്ന് വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. അതിന് മറുപടിയും ഞാൻ തരുന്നുണ്ടാവും. ആദ്യം വേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് പഠനമെന്നൊരു ചിന്തയാണ്. രണ്ടാമത് വേണ്ടത് ഈ അധ്യയന വർഷത്തിൽ ഓരോ പരീക്ഷകൾ വരുമ്പോഴും ആ പരീക്ഷയെ ഒരു ഗോളായി കണക്കാക്കി അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ആക്ഷൻ എടുക്കുന്നത് എങ്ങനെയെന്ന് കുട്ടി അറിഞ്ഞിരിക്കണം. മറ്റൊന്ന്, കുട്ടിക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഈ ടേമിൽ എന്താണ് പഠിക്കാനുള്ളത്, ഈ മാസം എന്താണ് പഠിക്കാനുള്ളത്, ഈ ആഴ്ചയിൽ എന്താണ് പഠിക്കാനുള്ളത്, ഇന്നെന്താണ് പഠിക്കാനുള്ളതെന്ന ക്ലാരിറ്റി ഉണ്ടാവണം. പലപ്പോഴും എന്തെങ്കിലും കുത്തി നിറച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം കുട്ടിക്ക് വ്യക്തമായിട്ടുള്ള അറിവ് കൊടുക്കണം. ഇന്ന് നീ പഠിക്കാൻ പോകുന്നത് ഇന്ന വിഷയത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരു അറിവ് കുട്ടിക്ക് കിട്ടാത്തത് കൊണ്ടാണ് കുട്ടിക്ക് പഠനം പ്രയാസമാണെന്ന് തോന്നുന്നത്. മറ്റൊന്ന്, വെള്ളിയാഴ്ച വൈകുന്നേരം പോലും, പിറ്റേ ദിവസം ക്ലാസ് ഇല്ല, വൈകുന്നേരം പോലും അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷമേ കിടന്നുറങ്ങൂ എന്നൊരു നിഷ്ഠ വയ്ക്കുക. അത് കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസമെങ്കിലും പഠനത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിന്നാൽ പിറ്റേ ദിവസം പഠിക്കാൻ മടിയായിരിക്കും. അതാണ് നമ്മുടെ മൈൻഡിൻ്റെ ബ്രെയിനിൻ്റെയൊക്കെ ഒരു സ്വഭാവം. കാരണം നമ്മൾ കൺസിസ്റ്റൻസി ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് കമ്മിറ്റ്മെൻറ്റ്. എൻ്റെ ആവശ്യമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതെത്ര ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് അതുണ്ടാക്കി കൊടുക്കണം നമ്മൾ അധ്യാപകരും വീട്ടുകാരും. കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടല്ല, കുട്ടിയെ ചില നയങ്ങളിലൂടെ കൊണ്ടുവന്ന് നമുക്ക് കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ കുട്ടിയെ ഈ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്? എൻ്റെ പ്രധാനപ്പെട്ട ഗോൾ ഇപ്പോൾ എന്താണ്? ഇതിന് സത്യസന്ധമായ ഉത്തരം കിട്ടുമ്പോഴാണ് കുട്ടിക്ക് ക്ലാരിറ്റി ഉണ്ടാവുക. ക്ലാരിറ്റി ഇല്ലാതെ ഒരിക്കലും ഫോക്കസ് ഉണ്ടാവില്ല. ഒരേ സമയം പല ഗോളിൻ്റെ പിന്നാലെ ഓടിയാൽ മൈൻഡ് സ്കാറ്റർ ആകും. ഒരു സമയം ഒരു പ്രധാന ഗോൾ മാത്രം. നമുക്ക് ഓരോ ദിവസവും ഓരോ ഗോൾ എടുത്ത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആയാൽ
കുട്ടിക്ക് പഠിക്കാനുള്ള എനർജി ഒരേ സ്ഥലത്ത് വന്നു ചേരുമെന്നർത്ഥം. നമ്മൾ അതുകൊണ്ട് തന്നെ ലെറ്റ്യൂഡിൻ്റെ ബേസ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഗോൾ എന്താണ്. കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന ദിവസം ഒരു ഗോളുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. പല കുഞ്ഞുങ്ങളും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ വ്യക്തമായ ഒരു ഗോളില്ല, ടീച്ചറെ ഒരു ഗോള് പറഞ്ഞു തരാമോ. ഇന്നലെ 10ൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ടീച്ചറെ എൻ്റെ ഗോളൊന്ന് പറഞ്ഞു തരാമോ. ഞാൻ പറഞ്ഞു, എങ്ങനെയാ മോനെ എനിക്കും മോൻ്റെ ഗോൾ എടുക്കാൻ പറ്റുന്നത്. മോൻ്റെ ഗോള് മോൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അവനവൻ ചിന്തിക്കാതെ ഗോളിലേക്ക് എത്തില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഫോക്കസ് ഓൺ വൺ ഗോൾ എന്ന് നമ്മൾ പറയുന്നത് ബാക്കിയെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ എൻ്റെ പ്രധാന എനർജിയും പ്രധാനപ്പെട്ട സമയവും ശ്രദ്ധയും ഒരേ ദിശയിലേക്ക് കൊണ്ടുവരേണ്ടത് ഏത് ഗോളിലേക്കാണെന്ന് കുട്ടി തീരുമാനിക്കുകയാണ്. ചിലപ്പോൾ അവിടെ കുട്ടിക്ക് വിജയിക്കുവാൻ അപ്രധാനമായ ഗോളായിരിക്കും കുട്ടി മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഒരു ടീച്ചറിനും അമ്മയ്ക്കോ അച്ഛനോ ഒരു മെൻറ്റർക്കോ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അതിന് ചില മാർഗങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കുട്ടിക്ക് ഇന്ന് ഗോൾ എന്താണെന്ന് ഒന്ന് അന്വേഷിക്കണം കേട്ടോ. എന്നിട്ട് കുട്ടിയുടെ ഗോൾ എന്താണ് ഇന്ന് അല്ലെങ്കിൽ ഈ ഞായറാഴ്ച കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ടോ, ആ ലക്ഷ്യം എന്താണ് എന്ന് ഒന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. അഥവാ കുട്ടിക്കാണ് അത് എഴുതാൻ താല്പര്യമെങ്കിൽ കുട്ടിയെ കൊണ്ട് എഴുതിപ്പിച്ചോളൂ. ആ ഗോളിലേക്ക് എത്താൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നുണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്നു, അവർ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറഞ്ഞ് ചില വീഡിയോകളൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലായിടത്തും പ്രചരിപ്പിച്ച് കുട്ടികൾ ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളെ എങ്ങനെ കൃത്യമായ വഴിയിലേക്ക് നയിക്കാം എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരു വലിയ ഇരുട്ട് കൂട്ടിൽ നമ്മൾ അകപ്പെട്ടെന്ന് വിചാരിച്ചു. അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അല്പം വെളിച്ചം വരും, ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടാൽ അതിലും വെളിച്ചം വരും അല്ലേ എന്ന് പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുടെ പിന്നാലെ നോക്കി പോകാതെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വിജയിക്കാൻ വേണ്ടത് എന്താണോ അതിനുള്ള വെളിച്ചം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം, അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ചോദിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ കുഞ്ഞിൻ്റെ ഗോൾ എന്താണെന്ന്. ഈ ആഴ്ചത്തെ ഗോൾ ചോദിച്ചാൽ മതി. നമുക്കൊരു ലക്ഷ്യമില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാനാവില്ല, അതാണ് സത്യം. ഒരു കുട്ടിക്ക് പഠനം അമ്മയുടെ ഇന്നർ പീസിനെ, ആന്തരിക സമാധാനത്തെ, കുടുംബത്തിൻ്റെ ഫാമിലി ഹാർമണിയെ എല്ലാം ബാധിക്കുന്ന ഒന്നാണ്. വീട്ടിൽ സമാധാനമില്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനാവില്ല. തിരിച്ച് കുട്ടി സമാധാനത്തോടെ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ വീട്ടിലും സമാധാനം കിട്ടില്ല. കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ ഗോൾ ഉണ്ടെങ്കിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഗോളിലേക്ക് വേണ്ട ചെറിയ ചെറിയ ബേബി സ്റ്റെപ്പ് വെക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണും. കൺസിസ്റ്റൻസി എന്നത് ദിവസവും വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ഓരോ ദിവസവും ചെറിയ ചെറിയ പ്രാക്ടീസ് ആവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു കാര്യം എടുത്താലോ. എല്ലാ ദിവസവും നമ്മൾ മുറ്റം അടിക്കും, വീടിനകം ക്ലീൻ ചെയ്യും, അടുക്കളയിൽ പാചകം ചെയ്യും. ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മൾ വേണ്ടാന്ന് വെക്കുമോ? അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു ദിവസം എങ്ങനെയായിരിക്കും നമ്മുടെ വീട് കിടക്കുക? ആലോചിച്ച് നോക്കൂ. ഇതുപോലെ തന്നെയാണ് പഠനത്തിലും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമ്മുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന ഒന്നും നമ്മുടെ മനസ്സിൽ ചിതറിക്കിടക്കരുത്. ഇത് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ആവർത്തിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. 5 മിനിറ്റ് ആയാലും മതി ഒരു പേജ് വായിക്കുക, ഒരേ ഒരു കാര്യത്തിന് നന്ദി എഴുതുക, ഒരേ ഒരു ആക്ഷൻ പൂർത്തിയാക്കുക, ആ ആക്ഷനിൽ കിട്ടുന്ന റിസൾട്ട് സന്തോഷത്തോടെ ഒന്ന് ആഘോഷിക്കുക. ഒരു ചെറിയ റെപ്പറ്റേഷനാണ്
വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഒരുപാട് വലിയ കാര്യം 1, 2, 3 ദിവസം ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നതിലും നല്ലത് മെല്ലെ മെല്ലെയുള്ള ഗ്രോത്താണ്. അതേ നിലനിൽക്കുകയുള്ളൂ. കമ്മിറ്റ്മെൻ്റ് എന്നത് മൂഡ് നോക്കി ചെയ്യുന്നൊരു കാര്യമല്ല. കുഞ്ഞുങ്ങൾ പറയും എനിക്ക് മൂഡില്ല. മൂടുണ്ടെങ്കിലും മൂടില്ലെങ്കിലും സമയം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇന്ന് ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ ഗോളിലേക്ക് ഒരു ചെറിയ ബേബി സ്റ്റെപ്പ് എടുക്കും. അതാണ് കമ്മിറ്റ്മെൻറ്റ്. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ടൂർ പോയിരിക്കുകയായിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം നിങ്ങളുടെ ഗോൾ എന്താണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് പോലും ഗോളിലേക്കുള്ള കമ്മിറ്റ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ബി ട്രൂ ടു യുവേഴ്സ് സെൽഫ് എന്നത് എക്സ്ക്യൂസസ് തിരിച്ചറിയുക കൂടിയാണ്. സ്വയം ശാന്തമായി ഇരുന്ന് ഞാൻ ഇന്ന് എന്നോട് നീതി പുലർത്തിയോ എന്ന് ചിന്തിക്കുന്ന നിമിഷം, അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്ന നിമിഷം തിരിച്ചറിയുകയാണ് സമയമില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നതിന് ഏക പരിഹാരമാണ് ഇത് തന്നെ. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ആക്ഷൻ ഏതാണ്? എനിക്ക് എന്തിലാണ് ക്ലാരിറ്റി വേണ്ടത്? എന്താണ് ഞാൻ കൺസിസ്റ്റൻസിയോടെ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും ചെയ്യേണ്ടത്? എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എത്ര കാലം ഉണ്ടാവും? അതോ സ്കൂൾ അടച്ച് തീരുന്ന ആ ദിവസം, സ്കൂൾ പൂട്ടുന്ന ദിവസം കൊണ്ട് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് തീരുമോ? അങ്ങനെ തീർന്നാൽ ഒരിക്കലും ഈ കൺസിസ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. 5ാം ക്ലാസ് ജയിക്കുന്ന ആ ദിവസം കുട്ടിക്ക് ചിന്തിക്കേണ്ടതുണ്ട്, ഞാനിനി 6ലേക്കാണ്. 6ാം ക്ലാസ്സിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ വെളിയിലെടുത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. ഇതാണ് കമ്മിറ്റ്മെൻറ്റിൻ്റെ ബേസ്മെൻറ്റ്. ഒരു ഗോളിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ കോൺഫിഡൻസ് വളരും, മനസ്സിനൊരു ഡയറക്ഷൻ കിട്ടും. ഡയറക്ഷൻ കിട്ടുമ്പോൾ ആക്ഷൻ എടുക്കാൻ തോന്നും. ആക്ഷൻ എടുക്കാൻ തോന്നുമ്പോൾ ആക്ഷൻ എടുക്കും, റിസൾട്ട് വരും. റിസൾട്ട് കാണുമ്പോൾ സെൽഫ് ട്രസ്റ്റ് വളരും, സ്വയം ഒരു വിശ്വാസം വളരും, എനിക്കിത് സാധിക്കുമെന്ന്. ചെറിയ കാര്യമായിക്കൊള്ളട്ടെ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് എന്തിനാണ്? മത്സരങ്ങൾ നടത്തിയിട്ട് കുട്ടിയുടെ സെൽഫ് ട്രസ്റ്റും കോൺഫിഡൻസും വളരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരുമ്പോൾ ഉള്ളിലൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും കുട്ടിക്ക്. കുട്ടികൾക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്, എനിക്ക് ഭാരമല്ല എൻ്റെ പഠനം, എനിക്ക് ഇന്ന് ചെയ്യേണ്ടത് മുഴുവൻ ഇന്ന് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് ചെയ്യുവാൻ എനിക്ക് ശ്രമിക്കാനെങ്കിലും സാധിക്കുന്നുണ്ട്. ജീവിതം ജയിക്കുകയല്ല, ഇന്നത്തെ ഒരു ചെറിയ ഗോൾ സ്നേഹത്തോടെ പ്രാക്ടീസ് ചെയ്യുകയാണ് ബുദ്ധി. അത് പൂർത്തിയാക്കുമ്പോൾ ഒരു പുഞ്ചിരി, സ്വയം ഒരു അപ്രീസിയേഷൻ, ഇത് മാത്രം മതി. അതാണ് സെലിബ്രേഷൻ. പേരൻസ് ഇങ്ങനെ പറയണം കുട്ടികളോട്, നമുക്കൊരു കാര്യം ചെയ്യാം, അതേറ്റവും നന്നായി ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അഥവാ നന്നായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പിഴവുകൾ കണ്ടെത്തി നാളെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം. സപ്പോർട്ടിന് അമ്മയുണ്ട്, അച്ഛനുണ്ട്. ടീച്ചേഴ്സും ഇത് തന്നെയാണ് സ്കൂളുകളിൽ പറയുന്നത്, സപ്പോർട്ട് കൊടുക്കുന്നു കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ ടീച്ചേഴ്സിനുള്ള പരിമിതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ദിവസവും കുഞ്ഞിനെ കിട്ടില്ല. അതേസമയം പേരൻസിൻ്റെ കയ്യിലാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ക്ലാരിറ്റിയോടെ ജീവിക്കാൻ, കൺസിസ്റ്റൻ്റായി പെരുമാറാൻ, കമ്മിറ്റ്മെൻറ്റോടെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കുക. പട്ടത്തിൻ്റെ ചരട് നമ്മളുടെ കയ്യിലിരുന്നാൽ മതി. നമ്മുടെ പട്ടങ്ങളായ കൊച്ചുമക്കൾ പറന്നോട്ടെ അവരുടെ ഇഷ്ടം പോലെ. തെറ്റ് വന്നോട്ടെ, തിരുത്താവല്ലോ. പക്ഷേ നമ്മളെക്കാൾ മുന്നേ അവരുടെ തെറ്റുകൾ തിരുത്താൻ അവർക്ക് ശക്തിയുണ്ട്. നമുക്കവരെ വിജയിപ്പിക്കാം. അവരുടെ കൃത്യമായ ഡയറക്ഷനിലൂടെ അടുത്ത അധ്യയന വർഷം അവർ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.